ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് എക്സാം ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന എക്സാമുകൾക്ക് വേണ്ടി ജി കെയുടെ ഒരു ക്വിക്ക് റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ അഥവാ ആമുഖം. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USA-യിൽ നിന്നാണ്. ആമുഖം അമേരിക്ക എന്ന് ആലോചിക്കുന്നതായിരിക്കും ആ പോയിന്റ് കറക്റ്റായിട്ട് ഓർത്ത് വെക്കാൻ കൂടുതൽ നല്ലത്. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന്. ലാംഗ്വേജ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USA, ലാംഗ്വേജ് ഓസ്ട്രേലിയയിൽ നിന്ന്. ഈ ആമുഖം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് റെസല്യൂഷൻ, അതായത് ലക്ഷ്യപ്രമേയത്തിന്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വർഷം ഏതാണ്? 1946 ആണ്. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇനി ഈ ലക്ഷ്യപ്രമേയം അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 22 ജാനുവരി 1947. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നും അത് അഡോപ്റ്റ് ചെയ്തത് 1947 ജനുവരി 22-നുമാണ്. ഇനി നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26-ആണ്. എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആണല്ലോ. അപ്പോൾ ഭരണഘടനയിൽ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ USA, അതിൻ്റെ ലാംഗ്വേജ് വന്നിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്ന്. അപ്പോൾ ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന്. അത് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്, അതായത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അത് അവതരിപ്പിച്ച തീയതി എന്നാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 13, 1946. ലക്ഷ്യപ്രമേയം അഡോപ്റ്റ് ചെയ്തത് ജനുവരി 22, 1947-ലാണ്. ഇനി ആമുഖത്തെ പ്രശസ്തരായ ചില വ്യക്തികൾ എങ്ങനെ വിശേഷിപ്പിച്ചു എന്ന് നമുക്ക് നോക്കാം. ആമുഖത്തെ ID കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് പൽക്കിവാലയാണ്. ID കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് പൽക്കിവാലയാണ്, NA പൽക്കിവാല. ഇനി രാഷ്ട്രീയ ജാതകം, ഹോറോസ്കോപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇനി കീനോട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. അപ്പോൾ ID കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽക്കിവാല. രാഷ്ട്രീയ ജാതകം അഥവാ ഹോറോസ്കോപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. കീനോട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഇനി ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സോഴ്സ് ഓഫ് അതോറിറ്റി, അധികാര സ്രോതസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഴ്സ് ഓഫ് അതോറിറ്റി ആമുഖം അനുസരിച്ച് ആരാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യയാണ്. ഇനി ആമുഖത്തിന്റെ നേച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. എന്തൊക്കെയാണ്? സോവറിൻ പരമാധികാരം, സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വം, സെക്യുലർ മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. അപ്പോൾ ഈ വേർഡ്സ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. നേച്ചർ കാണിക്കുന്ന വാക്കുകളാണിത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഇനി ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ജസ്റ്റിസിൽ വരുന്നത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ്. ഈ ജസ്റ്റിസ് എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ബാക്കി മൂന്നും ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ബാക്കി മൂന്ന്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, വന്നിരിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസം അതുകൂടി ആമുഖത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. 1949 നവംബർ 26 എന്ന ഡേറ്റും കൂടി ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ 42nd അമെൻമെന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെൻമെന്റ്. 42nd അമെൻമെന്റിന്റെ ഇയർ എന്താണ്? 1976. ഈ 42nd അമെൻമെന്റ് വഴി 3 വാക്കുകൾ നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 വാക്കുകൾ? ഇന്റഗ്രിറ്റി, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. ഈ 3 വാക്കുകളും ആമുഖത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത് 42nd അമെൻമെന്റ് ആക്ട് വഴിയാണ്. അതിന്റെ ഇയർ ഏതാണ്? 1976. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട കേസുകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെ കേസ് ബെറുവാറി യൂണിയൻ കേസ് 1960. ഈ ബെറുവാറി യൂണിയൻ കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആമുഖം, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു പാർട്ട് അല്ല, അതുകൊണ്ട് തന്നെ അതിനെ അമെൻഡ് ചെയ്യാൻ, അതിൽ ഭേദഗതി വരുത്താൻ കഴിയില്ല എന്നാണ് ബെറുവാറി കേസിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിന് ശേഷം
1973 നടന്ന കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിരിക്കുന്നത് ആമുഖം ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്, ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അത് അമെൻഡ് ചെയ്യാം, പക്ഷെ അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ, അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താത്ത രീതിയിൽ ഭേദഗതി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അപ്പോൾ ബെറുബാരി കേസിൽ പറഞ്ഞത് എന്താണ്? ആമുഖം ഭരണഘടനയുടെ പാർട്ടല്ല, അതുകൊണ്ട് തന്നെ ഭേദഗതി വരുത്താൻ കഴിയില്ല. ബെറുബാരി കേസിന്റെ വർഷം ഏതാണ്? 1960. അതിനുശേഷം വന്ന കേശവാനന്ദ ഭാരതി കേസ് 1973 പറയുന്നത് എന്താണ്? ആമുഖം ഭരണഘടനയുടെ പാർട്ടാണ്, അതുകൊണ്ട് തന്നെ അതിനെ അമെൻഡ് ചെയ്യാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ അമെൻഡ് ചെയ്യാൻ പറ്റും, ഭേദഗതി വരുത്താൻ പറ്റുമെന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു കേസാണ് LIC കേസ്. LIC കേസിന്റെ ഇയർ വരുന്നത് 95 ആണ്. 1995 നടന്നൊരു കേസാണിത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേശവാനന്ദ ഭാരതിയിൽ പറഞ്ഞ കാര്യങ്ങൾ. കേശവാനന്ദ ഭാരതിയിൽ എന്താ പറഞ്ഞത്? പ്രിയാമ്പിൾ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, നമുക്കത് അമെൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതൊന്നുകൂടി കൺഫേം ചെയ്ത് പറഞ്ഞ ഒരു കേസാണ് LIC കേസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിയാമ്പിളിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ചെറിയൊരു വീഡിയോയാണ്, നിങ്ങൾക്കൊരു റിവിഷനോ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാവരും പഠിച്ചു വയ്ക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്